Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. അപ്പോൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 3 ആണ്. അതിൻ്റെ 4ാമത്തെ പാർട്ടാണിത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 1, 2, 3 പാർട്ടുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കമൻസിങ് ആൻഡ് ഓഡിറ്റ് അതിൻ്റെ ടോപ്പിക്കുകൾ നോക്കി, ദെൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് നോക്കി, ദെൻ ഓഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഓഡിറ്റ് എക്സിക്യൂഷനാണ്. അപ്പോൾ ഓഡിറ്റ് എക്സിക്യൂഷൻ എന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ പാർട്ടാണ് ഓഡിറ്റ് എക്സിക്യൂഷൻ. ഇതിൽ നമ്മൾക്ക് 4 സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റും കൂടി നോക്കാനുണ്ട്. അപ്പോൾ എസ്സേസ് നമ്മൾ നെക്സ്റ്റ് പാർട്ട് മുതലാണ് കവർ ചെയ്യുക. ഓരോ എസ്സേ പ്രകാരം, ഈ ഓഡിറ്റ് എക്സിക്യൂഷനിലുള്ള ഓരോ എസ്സേ പ്രകാരം നമ്മൾ അടുത്ത പാർട്ട് മുതലാണ് കവർ ചെയ്യുക. ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്താണ് ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് നോക്കുന്നത്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്കാണ് ഓഡിറ്റ് എക്സിക്യൂഷൻ. കീ ഫേസസ് ഇൻ ഓഡിറ്റ് എക്സിക്യൂഷൻ. അപ്പോൾ ഒരു ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ കീ ഫേസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏതൊക്കെ ഫേസിലൂടെയാണ് ഒരു ഓഡിറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എക്സിക്യൂഷൻ്റെ പ്ലാൻ നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. സോ എക്സിക്യൂഷൻ പ്ലാനാണ് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ റിസ്ക്കും അതേമാതിരി തന്നെ കൺട്രോളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കൺട്രോൾ, നമ്മൾ ഈ ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾ നമ്മൾ പ്രോപ്പറായ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താണ്, നമ്മളുടെ റിപ്പോർട്ട് നമ്മൾ കണ്ടുപിടിച്ചുള്ള നമ്മളുടെ കൺക്ലൂഷൻ്റെ റിപ്പോർട്ടായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, നമ്മൾ റിപ്പോർട്ടിങ് ചെയ്യണം. സോ ഫസ്റ്റ് എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ്റെ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യണം. രണ്ടാമത്തെ വെച്ചാൽ റിസ്ക്കും കൺട്രോളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൺട്രോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നാലാമത്തത് നമ്മൾ ഈ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് കൊടുക്കണം, റിപ്പോർട്ടിങ് ചെയ്യണം. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കും. ഫസ്റ്റ് എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ പ്ലാനിങ് ആണ്. ബിഫോർ സ്റ്റാർട്ടിങ് ആൻ ഓഡിറ്റ്, it is crucial to create a plan to ensure that the audit is completed on a time and meets quality standards. അപ്പോൾ എന്താണ്, നമ്മളൊരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം, നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രൂഷ്യലാണ്. എന്തിനെന്ന് വെച്ചാൽ നമ്മളുടെ ഓഡിറ്റ് നമ്മൾ കറക്റ്റ് ടൈമിലാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ടൈമിൽ തന്നെ. എന്ന് വെച്ചാൽ നമുക്ക് ഡ്യൂ ഡേറ്റുകൾ ഉണ്ടാവുമല്ലോ. സോ ആ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതും അതേമാതിരി തന്നെ എല്ലാ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും മീറ്റും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് വേണ്ടത്, നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എപ്പോൾ? ബിഫോർ സ്റ്റാർട്ടിങ് ആൻ ഓഡിറ്റ്. അപ്പോൾ ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം. എന്തിനൊക്കെ വേണ്ടിയിട്ട്? കംപ്ലീറ്റഡ് ഓൺ ടൈം ആൻഡ് മീറ്റ്സ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ദെൻ ഓഡിറ്റർ നീഡ്സ് ടു പ്രിപ്പയർ എൻ ഓഡിറ്റ് പ്രോഗ്രാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ കാര്യം. പ്രീവിയസ് പാർട്ടിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഓഡിറ്റ് പ്രോഗ്രാമിൻ്റെ കാര്യം. ഓഡിറ്റ് പ്രോഗ്രാം ദാറ്റ് ഔട്ട്ലൈൻ ഒബ്ജക്റ്റീവ്, സ്കോപ്പ് ആൻഡ് അപ്രോച്ച്. അപ്പോൾ ഒബ്ജക്റ്റീവും സ്കോപ്പും അപ്രോച്ചാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം ഔട്ട്ലൈൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ടാസ്ക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ ടാസ്ക്കും നമ്മൾ ഓരോരുത്തർക്ക് എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തതെന്നൊക്കെയാണ് ഓഡിറ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. Important factors including manpower requirements, the qualifications of the audit team and the timeline. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാൻ പവർ റിക്വയർമെൻറ്റ്. നമുക്ക് എന്താണ് ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ആൾക്കാർ നമ്മളുടെ അടുത്തുണ്ടോ, സ്റ്റാഫ് നമ്മളുടെ അടുത്തുണ്ടോ എന്ന് വെച്ചാൽ നോളേജും അതേമാതിരി തന്നെ നമ്പർ ഓഫ് സ്റ്റാഫ് നമ്മളുടെ അടുത്തുണ്ടോ, അതേമാതിരി തന്നെ ആ സ്റ്റാഫിന് എന്താണ് ഓഡിറ്റ് ടീമിന് ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു വർക്ക് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ നോളേജ് എന്താണ് നമ്മളുടെ അടുത്തുള്ള സ്റ്റാഫിനുണ്ടോ.
അതേമാതിരി തന്നെ ഒരു ടൈം ഫ്രെയിം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ ഓഡിറ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈം ഫ്രെയിം ഉണ്ടാവും. ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് ഓഡിറ്റ് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് ഈ ഒരു എക്സിക്യൂഷൻ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യണം, മനസ്സിലാക്കണം. എ പ്രിലിമിനറി സർവേ മേ ബി നീഡഡ് ടു ഗ്യാദർ എസെൻഷ്യൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഓഡിറ്റ് ഏരിയ. അപ്പോൾ ഒരു ഓഡിറ്റ് ഏരിയനെ കുറിച്ചിട്ട് എന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഗ്യാദർ ചെയ്യണം. ഒരു പ്രിലിമിനറി സർവേയിൽ തന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് നമ്മളൊരു സർവേ നടത്തണം. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട് അത് നമ്മൾ എന്താണ് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് ഒരു ഓഡിറ്റ് ഏരിയൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, ഒരു എക്സിക്യൂഷൻ പ്ലാൻ ചെയ്യേണ്ടത്. അടുത്തതെന്ന് വെച്ചാൽ റിസ്ക് ആൻഡ് കൺട്രോൾ ഇവാലുവേഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് രണ്ടാമത്തെ ഫേസ് എന്തിൻ്റെ എക്സിക്യൂഷൻ്റെ. റിസ്ക്കും കൺട്രോളും നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ഇൻ ഈച്ച് ഓഡിറ്റ് സെഗ്മെൻറ്റ് ഓഡിറ്റർ കണ്ടക്ട് എ തറവ് റിസ്ക് ആൻഡ് കൺട്രോൾ അസസ്മെൻറ്റ്. അപ്പോൾ എല്ലാ ഓഡിറ്റ് സെഗ്മെൻറ്റിലും ഓഡിറ്റർ എന്ത് ചെയ്യണം, റിസ്കിനെയും കൺട്രോളിൻ്റെയും അസസ്മെൻറ്റ് തറവായിട്ട് കണ്ടക്ട് ചെയ്യണം. ദിസ് ഇൻക്ലൂഡ് ലിസ്റ്റിംഗ് ദ റിസ്ക്, identifying existing or necessary controls, and detailing the steps to test the effectiveness of the control. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യേണ്ടത്, ഈ ഒരു ഫേസിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തന്നെ റിസ്ക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. റിസ്ക് നമ്മൾ ഫസ്റ്റ് ലിസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കൺട്രോൾസ് നമ്മൾ ഐഡൻറ്റിഫൈയും അതേമാതിരി തന്നെ അത് ഉണ്ടോ എന്നുള്ള കാര്യം ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സിസ്റ്റിംഗ് ആൻഡ് നെസസറി കൺട്രോൾസ് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് റിസ്ക് ലിസ്റ്റ് ചെയ്യണം, ദെൻ കൺട്രോൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ ചെയ്യേണ്ടത്. ഇത് നമ്മൾ മൂന്നാമത്തെ ഫേസാണ്. എക്സിക്യൂഷൻ്റെ മൂന്നാമത്തെ ഫേസ് നമ്മൾ പറഞ്ഞത് ടെസ്റ്റിംഗ് ആണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫേസിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് റിസ്ക് ലിസ്റ്റും ചെയ്യുക, പിന്നെ കൺട്രോൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ മെറ്റീരിയാലിറ്റി ലെവൽസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദേ റിലേറ്റ് ടു ദ ഓഡിറ്റ് റിസ്ക്. അപ്പോൾ ഓഡിറ്റ് റിസ്ക് റിലേറ്റഡ് ആണ് എന്ത് മെറ്റീരിയാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെറ്റീരിയൽ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റിസ്കിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വലിയ ഫേം ആണെങ്കിൽ ഒരു ചെറിയ എമൗണ്ട്, ഇപ്പോൾ ഒരു 100 റുപ്പീസിൻ്റെ വല്ലതും തെഫ്റ്റോ കാര്യങ്ങളോ വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്തല്ല അത് നമ്മൾ മെറ്റീരിയലായിട്ടും അതായത് നമ്മൾ കൺസിഡറും ചെയ്യില്ല ഒരു വലിയ ഫേം ആണെങ്കിൽ. പക്ഷേ ചെറിയ ഫേം ആണെങ്കിൽ നമുക്കിതൊക്കെ മെറ്റീരിയലാവും. സോ മെറ്റീരിയാലിറ്റിയുടെ ലെവലാണ് നമ്മൾ എന്ത് മനസ്സിലാക്കുക, നമ്മൾ റിസ്കിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. സോ മെറ്റീരിയാലിറ്റി ലെവൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. അത് ഓഡിറ്റ് റിസ്ക്കുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ റിസ്ക് ആൻഡ് കൺട്രോൾ ഇവാലുവേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ 4 നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതേ നമ്മൾ ചാപ്റ്റർ 3 നമുക്ക് ഈ ടോപ്പിക്ക് മാത്രമേ നമുക്ക് എന്തേ ഉള്ളൂ കവർ ചെയ്യാനുള്ളൂ. ഓക്കെ, അടുത്തത് ടെസ്റ്റിംഗ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞു റിസ്ക്കും കൺട്രോളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം, ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ കീ റിസ്ക് ആൻഡ് കൺട്രോൾ. അപ്പോൾ കീ റിസ്ക്കും കൺട്രോളും അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം ഓഡിറ്റർ എന്ത് ചെയ്യണം, ഓഡിറ്റർ ടെസ്റ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദീസ് കൺട്രോൾസ് ടു സീ ഇഫ് ദേ ഫങ്ഷൻ ആസ് ഇൻറ്റൻറ്റഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ്, ഓഡിറ്റർ ഈ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ എന്തിനാണോ ഈ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പർപ്പസ് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. സോ ഇഫ് ദേ ഫങ്ഷൻ ആസ് ഇൻറ്റൻറ്റഡ്, എന്ത് ഇൻറ്റൻഷനിലാണോ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ആ ഇൻറ്റൻഷൻ അനുസരിച്ച് അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ എഫക്റ്റീവ്നെസ് നമ്മൾ നോക്കുന്നത്. വേരിയസ് ടെസ്റ്റിംഗ് മെത്തേഡ്സ് ക്യാൻ ബി എംപ്ലോയ്ഡ് ടു ഇവാലുവേറ്റ് കൺട്രോൾ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഒരുപാട് ടെസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു കൺട്രോൾ എഫക്റ്റീവ്നെസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ലാസ്റ്റ് ഫേസ് ആണെന്ത്, ഒരു ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ ലാസ്റ്റ് ഫേസ് ആണ് റിപ്പോർട്ടിംഗ്. അക്കോർഡിംഗ് ടു SA 700, auditor must follow standards regarding the format and contents of their report. അപ്പോൾ SA 700 പ്രകാരം ഓഡിറ്റർ എന്ത് യൂസ് ചെയ്യണം, എല്ലാ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങും യൂസ് ചെയ്തിട്ട് വേണം, സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് യൂസ് ചെയ്തിട്ട് വേണം അവരുടെ റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റും കണ്ടൻറ്റും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്.
They should assess the conclusion from the audit evidence to express an opinion on the financial statement. അപ്പോൾ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഓഡിറ്റ് എവിഡൻസ് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ കൺക്ലൂഷൻസ് അസസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദിസ് ഇൻവോൾവ്സ് വെരിഫൈയിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് complies with acceptable reporting framework and relevant statutory requirements such as company laws, provisions and accounting standards. അപ്പോൾ ഇത് എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത് വെച്ചാൽ, ഇതെന്താ പറഞ്ഞത് വെച്ചാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അക്സെപ്റ്റബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കും അതേമാതിരി തന്നെ റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സും കംപ്ലൈ ചെയ്യുന്നുണ്ടോ, രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് വെച്ചാൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്കും അതേമാതിരി തന്നെ റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, ദ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷുഡ് ക്ലിയർലി എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ഓൺ ദ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഓവറോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യണം. A standard format is beneficial for understanding the auditor's findings and identifying unusual circumstances. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ടിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു റിപ്പോർട്ട് നോക്കുന്ന ആൾക്കറിയാം ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓരോ ഏരിയാസ് നമുക്കറിയാം. നമ്മൾ ആ SA 700 സീരീസ് നമ്മൾ നോക്കുമ്പോൾ അത് കൂടുതൽ പഠിക്കും, റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൂടുതൽ പഠിക്കും. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് നോക്കുന്ന ആൾക്കാർക്ക് എന്താണ്, അത് നമ്മളുടെ റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സും അതേമാതിരി തന്നെ അൺയൂഷ്വൽ സർക്കംസ്റ്റാൻസ് ഒക്കെ നമ്മൾ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റാൻസസ് ഒക്കെ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. റെഗുലേറ്ററി ബോഡീസ് മേ റിക്വയർ സ്പെഷ്യൽ കണ്ടൻറ്റ് ഓർ ഫോർമാറ്റ് ഇൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ റെഗുലേറ്ററി ബോഡീസ് എന്താണ്, ഒരു സ്പെഷ്യൽ കണ്ടൻറ്റും അല്ലെങ്കിൽ സ്പെഷ്യൽ ഫോർമാറ്റൊക്കെ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ അവരെന്ത് ചെയ്യും, ഇൻക്ലൂഡ് ചെയ്യും. Okay, so students may refer SA 700 discussed in chapter 7. അപ്പോൾ ചാപ്റ്റർ 7 നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ 700 നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ ഒരു സമ്മറി ആയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വെച്ചാൽ എക്സിക്യൂഷൻ പ്ലാനിങ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിസ്ക്കും കൺട്രോളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്താണ്, നമ്മൾ കൺട്രോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ദെൻ വി നീഡ് ടു പ്രൊവൈഡ് എ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദീസ് ഫേസസ്. അപ്പോൾ ഇതാണ് ഓഡിറ്റ് എക്സിക്യൂഷൻ്റെ എന്താണ് ഒരു സമ്മറി ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് 4 സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടുകളിലായിട്ട് ആ സ്റ്റാൻഡേർഡ്സ് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം.